വഴക്ക് പറയുകയൊക്കെ ചെയ്യും. ഡാമേജ് ഒക്കെ വരുമ്പോൾ പറഞ്ഞു അതെന്റെ ഡ്യൂട്ടിയാണ്. അവരുടെ 10 പൈസ നമ്മൾ കട്ട് ചെയ്യില്ല. അതിപ്പോഴും ഇല്ല എന്നുമില്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കും. കാരണം ഞാൻ ജോലി ചെയ്തിട്ട് വന്നിട്ടുള്ള ആളാണ്. ഒരു കസ്റ്റമറുടെ കംപ്ലൈന്റ് ഇല്ലാണ്ട് വർഷങ്ങളെ 27 വർഷമായി. പൈസ ഇല്ലെങ്കിലും ജീവിക്കാം, കൂടുതൽ സമ്പത്തുള്ളവർക്കും ജീവിക്കാം. നമ്മുടെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു ആക്സിഡന്റ് പറ്റിയപ്പോൾ ആരും ഇല്ലാത്തവർ എടുത്തുകൊണ്ടായിട്ടാണ് നമ്മുടെ ജീവൻ കിട്ടിയിട്ടുള്ളത്. It's rightly said that build your own dreams, otherwise someone will hire you to build theirs. Icons of India'യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മുംബൈയിലാണ്. And my today's guest is the person who can totally relate with the quote which I mentioned in the beginning. A person who reached here in 1977 with a lot of dreams, and he decided that he will work for his dreams. He will work for the goals he had in his mind back in 1970s. That is what today Mr. T.R. Chandran is with me, and he is here to share his life experiences because ആ സമയത്തെ മുംബൈ ആയാലും ഇപ്പോഴത്തെ ഒരു മുംബൈ ആയാലും ടോട്ടലി ഡിഫറെൻറ്റ് തന്നെയാണ്. പക്ഷേ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം ഉണ്ടായത്, അത് മാത്രമല്ല എല്ലാ ജേർണിയിലും ഉണ്ടാവുന്ന ഒരു ഹൈസ് ആൻഡ് ലോസ് ഉണ്ട്, നമുക്ക് ഓബ്സ്റ്റക്കിൾസ് ഉണ്ട്, ഹേർഡിൽസ് ഉണ്ട്. അതൊക്കെ എങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇവിടെ എത്തി, ഹൗ ഹി മാനേജ് ടു ബിൽഡ് ഹിസ് ബിസിനസ്, അതെല്ലാം വിശേഷങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ചറിയാനുണ്ട്. അതിൻ്റെ മുന്നേ ഞാൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. വെൽക്കം ടു ഐക്കൺസ് ഓഫ് ഇന്ത്യ. നമ്മൾ ഇവിടെ ഇപ്പം മുംബൈയിൽ ഡോംബിവില്ലിയിൽ എത്തിയപ്പോഴാണ് നമുക്ക് സാറിനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. 1977 സർ ഈ ഒരു തുടക്കം ഉണ്ടായത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. എങ്ങനെയായിരുന്നു സർ ആ ഒരു തുടക്കം? തീർച്ചയായിട്ടും ഞാൻ പറയാം. 77 എനിക്ക് ഇവിടേക്ക് വരേണ്ട ഒരു സംഭവം ഉണ്ടായത് എൻ്റെ അമ്മ പറഞ്ഞതാണ്. നീ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് പാടത്ത് പണിയൊന്നും ചെയ്തിട്ട് നിൽക്കാൻ പറ്റിയ കുട്ടിയല്ല നീ, അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അന്ന് ബോംബെ നഗരത്തിൽ പോവുക, ജോലി ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു കാര്യമായിരുന്നു. ഇന്നത്തെ പോലെ എല്ലാവരും ഇന്ന് കേരളത്തിൽ നിന്ന് ആരും ബോംബെയിലേക്ക് വരുന്നില്ല ജോലി ചെയ്യാൻ വേണ്ടി. അന്ന് ബോംബെയിൽ വരിക, ജോലി ചെയ്യുക, കാശുണ്ടാക്കാന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇതിലും സുഖം നാട്ടിൽ തന്നെയായിരുന്നു എന്ന്. അത്രയും ബുദ്ധിമുട്ടിലാണ് നമ്മളിവിടെ വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. വളരെ ബുദ്ധിമുട്ടിയിട്ട് ജീവിച്ചിട്ടുള്ള ഒരു സമയമാണ്. കാരണം ഇവിടെ വരുമ്പോൾ കിടക്കാൻ പോലും അല്ലെങ്കിൽ താമസിക്കാനോ ബാക്കി പ്രാതൽ കർമ്മങ്ങൾ ചെയ്യാനോ സൗകര്യമില്ലാത്ത റൂമുകൾ. ഒരു ചെറിയ റൂമിൽ 8 ആള് 10 ആളൊക്കെ ഒരുമിച്ച് അവിടെ തന്നെ ഭക്ഷണം വെക്കുക, അതിൽ നിന്ന് കിടന്നുറങ്ങുക, അവിടെ നിന്ന് എണീക്കുക, ജോലിക്ക് പോവുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളുള്ളത് നമ്മൾ പുറത്ത് പോയിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ചെറിയൊരു ജോലിയാണ് എനിക്ക് കിട്ടിയിരുന്നത്. വളരെ തുച്ഛ ശമ്പളത്തിലായിരുന്നു. പക്ഷേ ആ ജോലി എനിക്ക് കിട്ടിയ ജോലിയിലല്ല ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എനിക്ക് അവിടുന്ന് ടെക്നിക്കലായിട്ടുള്ള ജോലി പഠിച്ചു. ഞാൻ ടെക്നിക്കലായിട്ട് ആ ജോലിയെല്ലാം സ്വയം ചെയ്ത് പഠിക്കുകയായിരുന്നു. ഞാൻ അന്ന് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളുള്ള ഉണ്ടായിട്ടുണ്ട്. കാരണം പരദേശികളായിരുന്നു, UP ബീഹാറിൽ. അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ എന്ന് വെച്ചാൽ പുച്ഛാണ്. അപ്പോൾ നമ്മൾ പണി പഠിക്കുമ്പോൾ നമ്മളെ കണ്ടമാനം ബുദ്ധിമുട്ടിച്ചിരുന്നു. പക്ഷെ അവരൊക്കെ പിന്നെ നമ്മൾ ബഹുമാനിക്കാൻ തുടങ്ങി. അവരുടെ ക്യാപ്റ്റനായിട്ട് മാറി. എന്നെ കൊണ്ടുവന്ന ഒരു കോൺട്രാക്ടറുടെ കീഴിലായിരുന്നു. പിന്നെ ആ കോൺട്രാക്ടറെ പോലെ ഞാൻ കോൺട്രാക്ടറായി മാറി. പിന്നെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈയിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇത് നമ്മൾ ഒരു 22 കൊല്ലം ആയി. ഇപ്പോൾ ബാലാജി എന്നുള്ള പേരിലാണ് അത് തുടങ്ങി വെച്ചത്. ഇത് തുടങ്ങി വയ്ക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത കാലയിൽ ഞാനും എൻ്റെ മരുമകനും കൂടിയിട്ട്, അവൻ എഞ്ചിനീയറിങ്ങും ഞാൻ ഇതും കൂടിയിട്ട് അതേ കാലയിൽ തന്നെയാണ് തുടങ്ങി വെച്ചത് ചെറുതായിട്ട്. പിന്നെ അപ്പുറത്തൊരു കാല കിട്ടിയപ്പോൾ അതെടുത്തു, അത് കഴിഞ്ഞ് ഈ കാല കിട്ടിയപ്പോൾ ഇതെടുത്തു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വന്നതാണ്. അല്ലാണ്ട് അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയും വലുതായിട്ട് അല്ലായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം ഉണ്ടായി. ഈ ബിസിനസ്സിന്റെ തുടക്കം കാരണം ഇത് തന്നെയാണ്. കോൺടാക്ട് സിസ്റ്റം ബന്ധമാകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സൈഡ് വേണം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചെയ്തെടുത്തത്. വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോൺട്രാക്ട് ബേസിസിൽ അതാണ് എന്റെ മെയിൻ. അത് എങ്ങനെയാണ് സാർ അതിന്റെ ഒരു വർക്കിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? മാൻ പവർ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല നാട്ടിൽ നിന്ന് വരുന്ന ജോലിക്കാരുണ്ട്. ആ ജോലിക്കാർ നമ്മളുടെ അടുത്ത് വന്നിട്ട് ജോലി ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പോയി അപ്രോച്ച് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ ജോലിക്കാരെ വെച്ചിട്ട് നമ്മൾ കമ്പനിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ജോലി അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ആ ഉത്തരവാദിത്വം, അതിൻ്റെ ക്വാളിറ്റി നോക്കണം. ലേബേഴ്സ് പ്രോബ്ലം ഉണ്ടായിരിക്കും, അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അതെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. ESI, PF ബോണസ് ഏതാണെങ്കിലും അതെല്ലാം കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. വെറും മാൻ പവർ സപ്ലൈ അല്ല അത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ മാനേജ്മെന്റ് ആണ്. അതിന് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ വേണം. അത് ഡാമേജ് വന്നാൽ അതിന് പെനാൽറ്റി ഉണ്ടായിരിക്കും, നമ്മൾ നിറയ്ക്കണം. കമ്പനിയൊന്നും
യാതൊരു അതിൽ താല്പര്യം എടുക്കില്ല, നമ്മൾ തന്നെ ചെയ്യണം എല്ലാ കാര്യങ്ങളും. അങ്ങനെയാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്കും അഡ്വാൻറ്റേജസും ഈ മാൻ പവർ ആണ്, ഇവരെ മാനേജ് ചെയ്യുക എന്നാണ്. അപ്പൊ ആ ഒരു ബിസിനസ്സിൽ സർ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യാറുണ്ട്? ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഉണ്ടായാലും പിന്നെ അതങ്ങ് എന്താ പറയാ, നമ്മള് ആ പെരുമാറ്റം കൊണ്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിക്കാർക്കും ബുദ്ധിമുട്ട് വരുന്ന വിധത്തിൽ നമ്മൾ ചെയ്യില്ല. അവർക്ക് ടൈം ടു ടൈം ശമ്പളം കൊടുക്കും, അവർക്ക് എന്ത് പ്രോബ്ലം വന്നാലും നമ്മളൊപ്പം നിൽക്കും. അതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും എൻ്റെ സമയത്ത് വന്ന കോൺട്രാക്ടേഴ്സ് എല്ലാം ബന്ധാക്കി കൊണ്ടുവന്നു. ഒന്ന് ആൾക്കാരില്ലാതെ, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ, ഈ ജോലിക്കാരില്ലാണ്ട് ഇന്ന് വരെ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അല്ലറ ചില്ലറ എന്തെങ്കിലും ഇപ്പോൾ ഒരു 300 ആളാകുമ്പോൾ 2-3 ആൾ ലീവ് എടുക്കുമ്പോൾ നമുക്ക് അത് ഷഫിൾ ചെയ്ത് വേറെ ആളെ കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമുക്ക്, അത്രേ ഉള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ എന്താണെന്ന് അറിയില്ല, നമ്മുടെ പേരിൽ തന്നെ ആൾക്കാരെ അന്വേഷിച്ച് ജോലിക്ക് വരും. അതിൽ ഏക പോയിന്റ് ഇത്രേ ഉള്ളൂ, അവരുടെ 10 പൈസ നമ്മൾ കട്ട് ചെയ്യില്ല. അതിപ്പോഴും ഇല്ല, എന്നുമില്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കും. കാരണം ഞാൻ ജോലി ചെയ്തിട്ട് വന്നിട്ടുള്ള ആളാണ്. വളരെ വഴക്ക് പറയുകയൊക്കെ ചെയ്യും. ഡാമേജ് ഒക്കെ വരുമ്പോൾ പറഞ്ഞ് അതെൻ്റെ ഡ്യൂട്ടിയാണ്. എൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡാമേജ് വന്നാൽ എനിക്ക് അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആളെ എനിക്ക് ജോലി ഉണ്ടാവില്ല. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് അവസാനിപ്പിച്ച് അവരെ കെട്ടിപ്പിടിച്ച് കാര്യങ്ങൾ നടക്കും. പിന്നെ തീരെ പറ്റാത്ത ആൾക്കാരെ നമ്മൾ പിരിച്ചു. ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് സർ ഇത്രയും വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, ഈ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്? നമുക്ക് ആ കസ്റ്റമേഴ്സിനെ നോക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. അത് കമ്പനി നേരിട്ടിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ അതാണ് പറഞ്ഞത്, കമ്പനി മെറ്റീരിയൽ മെഷീൻസ് എല്ലാം ഓണർ വേറെയാണ്. നമ്മൾ ഇവരെ വെച്ചിട്ട് അവിടെ പോയിട്ട് ജോലി ചെയ്യുന്നു, എല്ലാ മെറ്റീരിയലും അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ക്ലയൻസിന് കൊടുക്കുന്നതും ഒക്കെ കമ്പനിയാണ്. നമുക്ക് അതിൽ യാതൊരു ബന്ധമില്ല. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇത്ര വർഷമായിട്ട് സർ ഈ ഫീൽഡിലാണല്ലോ, ഏതൊക്കെ രീതിയിലാണ് സർ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത്? ചാലഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈം ആണ്, നമുക്ക് തന്ന ജോലി ടൈമിൽ തീർത്ത് കൊടുക്കുക. പ്ലസ് ക്വാളിറ്റി ഉണ്ടോ, നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്യാൻ സാധിക്കുമോ, ഇതിൽ അത്രേ വേണ്ടൂ. മെയിൻ ചാലഞ്ച് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കാർ വേണം. ആ ജോലിക്കാർ നമ്മുടെ അടുത്തുണ്ട്, അപ്പൊ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇത് കൂടാതെ സാറിന് ചിറ്റ് ഫണ്ട്സിന്റെ ഒരു ബിസിനസ്സും കൂടെ ഉണ്ട്. അതിന്റെ പേരെന്താണ് സർ? നവദർശൻ ചിറ്റ് ഫണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഞങ്ങളൊരു ട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ മാസത്തിൽ ഞങ്ങൾ മീറ്റിംഗ് കൂടുമ്പോൾ തോന്നി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് വേണം. അങ്ങനെ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഫുള്ളി ഒഫീഷ്യലായിട്ട് ഒട്ടും ബ്ലാക്ക് ഇല്ലാണ്ട് എല്ലാം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഗവൺമെൻറ് റൂൾസ് അനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരു ചിട്ടി ഫണ്ടാണ്. ഒരു കസ്റ്റമറുടെ കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് വർഷങ്ങൾ 27 വർഷമായി ഉണ്ട്. ഒരു ചുരുങ്ങിയതൊരു 800 ചില്ലാനും ഇപ്പോഴും നമുക്ക് കസ്റ്റമർ ഉണ്ട്. കല്യാണം കഴിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? കല്യാണം കഴിച്ച് കുന്നംകുളം സൈഡിൽ നിന്നാണ്. അത് വെളപ്പായ എന്ന് പറയുന്ന ഒരു സ്ഥലം, കേരളത്തിൽ നിന്ന് തന്നെ. വൈഫിന്റെ പേരെന്താണ്? ശാന്ത എന്നാണ് പേര്. 2 മക്കളാണോ? 2 മക്കള്. മൂത്ത ആളുടെ പേര് ശരത്ത്, രണ്ടാമത്തെ ആളുടെ പേര് സജിത്ത്. അതാണ് ഇപ്പൊ മാഡമിന്റെ സജിത്താണ്. ഇപ്പം ശരത്തിന്റെ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയാണ്, സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പൊ ഈ ബിസിനസ്സിൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. വലിയൊരു സപ്പോർട്ട്. എത്ര നേരം പറയാനുള്ളത്, അത് എത്ര നേരം വൈകിട്ടും കമ്പനിയിലേക്ക് ജോലിക്ക് പോയിട്ട് എത്ര നേരം വൈകി ചെന്നാലും അങ്ങനെ ഒരു വഴക്ക് പറയില്ല. ആരോഗ്യം നോക്കണം എന്ന് മാത്രമേ പറയാറുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ കാലത്ത് പോയി 8 മണിക്കൂർ ജോലി ചെയ്ത് വരണം അങ്ങനെ ഒരു ഇതില്ല. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ജോലി ഇതേ സ്റ്റൈലിൽ നടത്തിയാലേ ഇത് പോവുള്ളൂ. ചിലപ്പോൾ രാത്രിയൊക്കെ 11:30 ഫോൺ വന്നാൽ നമ്മൾ ഇറങ്ങി വരണം. 12 മണിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി, ആരെങ്കിലും ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഇറങ്ങിപ്പോരണം വീട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഫുൾ സപ്പോർട്ടാണ്. സജിത്ത് കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുകയാണോ, പഠിപ്പിക്കുകയാണോ, എന്താണ്? ആൾക്കിപ്പോൾ ട്രെയിനിങ് കൊടുക്കുകയാണ്. പക്ഷേ ഓരോന്നോരോന്നായിട്ട് ആൾക്കിങ്ങനെ നമ്മൾ ഞാൻ ഇല്ലെങ്കിലും ഹാൻഡിൽ ചെയ്യണ വിധത്തിലുള്ള എല്ലാ ഡയറക്ഷനും കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ എന്തെങ്കിലും എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഇത് നശിച്ചു പോകരുത്, അതിങ്ങനെ മാനേജ് ചെയ്യാൻ ഒരാൾ വേണം, പിൻഗാമി എന്ന് പറയില്ലേ, അപ്പൊ അതിന് വേണം എന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ നോക്കാനും അത് കാര്യങ്ങളും. തൃശ്ശൂരാണ് വീട്. മുണ്ടത്തിക്കൂട് എന്നാ പറയാ. ഇപ്പൊ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് വെളുപ്പായി, അത് ഞങ്ങളുടെ പഞ്ചായത്തിലാണ് വരുന്നത്. ആയിരുന്നു. അച്ഛൻ ഒരു 28 കൊല്ലം മുമ്പേ മരിച്ചു. അമ്മയ്ക്ക് 105 വയസ്സായിട്ട് കഴിഞ്ഞ് നവംബറിൽ 4-ാം തീയതിയാണ് മരിച്ചത്. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 പേരാണ് നമ്മുടെ മദർ ആൻഡ് ഫാദർ. എന്താണ് സാർ അവർക്ക് വേണ്ടി പറയാനുള്ളത്? അവർക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ നന്നായി കഷ്ടപ്പെട്ട് കൃഷിപ്പണിയായിരുന്നു.
നമ്മളായിട്ട് വേണം ഇവർക്ക് ഒരു നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ദൈവം സഹായിച്ചിട്ട് നമ്മൾ ഇവിടെ ഞാൻ ചോദിക്കണേക്കാളും മുമ്പ് എൻ്റെ നാട്ടിൽ തന്നെ എല്ലാ സൗകര്യവും അച്ഛന് താമസിക്കാനും അമ്മയ്ക്ക് താമസിക്കാനും സൗകര്യങ്ങളൊക്കെ ചെയ്ത് അതെല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് അച്ഛനും കുറച്ച് നാൾ ജീവിച്ചിട്ടാണ് അച്ഛൻ പോയുള്ളൂ. അമ്മേനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് അമ്മയും പോയത്. അത് കഴിഞ്ഞിട്ട് സാർ ഈ മുംബൈയിലേക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്ത ദിവസം ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ എന്താ തോന്നുന്നത്? എനിക്ക് മനസ്സിലായി ഞാൻ പൂർണ്ണ സന്തോഷവാനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ വന്ന ആള് വലുതൊന്നും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഈ മഹാരാഷ്ട്ര ആണ് ഇത്രയും ഒരു പ്ലേസ് തന്നത്, ഈ മഹാരാഷ്ട്ര ആണ് നമ്മളെ പിടിച്ചു നിർത്തിയത്, ഈ മുംബൈ ആണ്. എന്താണ് മുംബൈനെ പറ്റി പറയാൻ? വളരെ നല്ലൊരു സ്ഥലമാണ്. കാരണം പൈസ ഇല്ലെങ്കിലും ജീവിക്കാം, കൂടുതൽ സമ്പത്തുള്ളവർക്കും ജീവിക്കാം. ഇതുപോലത്തെ ഒരു സ്ഥലം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒരു പ്രാവശ്യം ദുബായ് പോയിട്ടില്ലെങ്കിലും ദുബായും ബോംബെയും തമ്മിൽ വളരെ അടുപ്പാണ്. ബോംബെയിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം. പിന്നെ ഈ ബിസിനസ് ലൈഫ് അല്ലാതെ സോഷ്യൽ ലൈഫിലൊക്കെ ആക്റ്റീവ് ആണോ? ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സമയത്തിലും നമ്മൾ ഭരണസമിതിയിൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴും പല കമ്മിറ്റികളുടെ മെമ്പറാണ്. പിന്നെ ഇവിടെ ഒരു അമ്പലം ഞങ്ങളുടെ വക ഒരു 20 ആൾ കൂടി ഒരു ട്രസ്റ്റായിട്ട് ഒരു അമ്പലം, അതും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതിൽ വൈസ് പ്രസിഡന്റാണ്. പിന്നെ ആർക്കെങ്കിലും എന്ത് കുഴപ്പമുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളിവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളിവിടെ പൈസ കളക്ട് ചെയ്തിട്ട് ലക്ഷങ്ങൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് വേറെ ഫോൺ ചെയ്യുള്ളൂ. പെട്ടെന്ന് ഇരുന്നിടത്തിരുന്നിട്ട് നമ്മൾ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് പലരെയും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ മരിച്ചു കഴിഞ്ഞ ബോഡി നാട്ടിലേക്ക് എത്തിക്കുക. കാരണം നാളെ എന്താണെന്ന് പറയാം മാഡം, ഇന്നത്തെ സ്ഥിതി ആയില്ല ചിലപ്പോൾ നാളെ നമ്മുടെ. അപ്പം നമുക്ക് വേണം, നമ്മുടെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു ആക്സിഡന്റ് പറ്റി ഇപ്പോൾ ആരും ഇല്ലാത്തവർ എടുത്തുകൊണ്ടായിട്ടാണ് നമ്മുടെ ജീവൻ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അത് ചെയ്തുകൊണ്ടാണ് നമുക്ക് റിട്ടേൺ കിട്ടിയിരിക്കുന്നത്. ഇത്ര വർഷത്തെ സാർ എക്സ്പീരിയൻസ് ആണ് സാറിനുള്ളത്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ പറഞ്ഞാലും ലൈഫിൻ്റെ പറഞ്ഞാലും ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ഇത്രയെല്ലാം ആക്കാൻ പറ്റിയത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സാർ. എക്സ്പീരിയൻസ് ആണല്ലോ ബിഗ്ഗസ്റ്റ് ടീച്ചർ നമ്മുടെ. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി എന്താണ് സാർ ഒരു മെസ്സേജ് പറയാനുള്ളത്? അധ്വാനിക്കുക. അവൻ എന്താണോ അല്ലെങ്കിൽ അവനേക്കാളും ഞാൻ എന്തോ കുറവ് അങ്ങനെയല്ല നോക്കേണ്ടത്. നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻ വെച്ച് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പാക്കം ചിന്തിക്കണം, എനിക്കും ആയിക്കൂടെ. ആ ചിന്തഗതി വെച്ചുകൊണ്ട് തന്നെ ബാക്കിലുള്ളവരെ ചവിട്ടി താഴ്ത്താണ്ട് നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മൾ വളരാൻ നോക്കണം. അല്ലാണ്ട് പിന്നിലുള്ളവർ ചവിട്ടി താഴ്ത്തരുത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: അധ്വാനിക്കുക, നല്ല മനസ്സ് വയ്ക്കുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, സ്വയം നന്നാവും, സ്വയം വളരും. ഒരുപാട് സന്തോഷമുണ്ട് സാർ സാറിനെ കാണാൻ പറ്റിയതിനും സാറുടെ ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഒരു ക്യാപ്സ്യൂൾ സൈസ് ആക്കി നമ്മുടെ മുന്നിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സാർ പ്രസന്റ് ചെയ്തതിനും. ആൻഡ് വി വിഷ് യു ഗുഡ് ഹെൽത്ത് ആൻഡ് സക്സസ് സർ ഫോർ ഓൾ യുവർ അപ്കമിംഗ് വെഞ്ചേഴ്സ്. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ ടൈം.